ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം, പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 600 ഗ്രാം ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ഒരു 1/4 മുറി നാളികേരം ചിരവിയത്, പിന്നെ 2 സവോള, 2 മീഡിയം സൈസ് തക്കാളി, ഇത്രയും വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. തീ ലോ ഫ്ലെയിമിൽ ഇടുക. എന്നതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചുവക്ക വറുത്തെടുക്കണം, അത്രയേ ഉള്ളൂ. 1 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് വേണ്ടത് ഒരു അല്പം ചെറിയ ജീരകമാണ്. ഒരു 1/4 സ്പൂണിലും കുറവുണ്ട്. ഇതേപോലെ ചെറിയ ജീരകം ഇട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ചിക്കൻ കറിക്ക് നല്ല രുചിയായിരിക്കും. ഇതേപോലെ ഒന്ന് ബ്രൗണായി വരുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം. ആ എണ്ണയിലൊന്ന് ശരിക്കൊന്നത് മൂപ്പായി വരട്ടെ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഫ്ലെയിം ഞാൻ അത് ഓഫാക്കി കൊടുക്കുകയാണ്. ചൂട് ഒരുവിധം ആറുന്നതിന് മുന്നേ തന്നെ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തൊടാതെ നമുക്ക് വന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചു. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ 2 സവോള ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 സവോള എടുക്കണം. പിന്നെ 2 പച്ചമുളക് കീറിയത് അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ആ ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി ചേർത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു 1.5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ശരിക്കും ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതേപോലെ പൊടിയായി കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം പൊടിയുപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി സവോളയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വഴന്ന് വരട്ടെ. നല്ല രുചിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. വറുത്തരച്ച നല്ലൊരു ചിക്കൻ കറി, നാടൻ ചിക്കൻ കറിയാണ്. ഈ സമയത്ത് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തു. പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 സ്പൂണിലധികം കുരുമുളക് പൊടി അതുകൂടി ചേർത്തു. ഇനി അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കറി ഒന്ന് ശരിക്കും ഒന്ന് ഇതേപോലെ ഒന്ന് തിളച്ച് വരാറാവുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച മസാല നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർക്കുമ്പോൾ വെന്ത് വരുന്ന സമയത്ത് പെരുകി നല്ല കുറുകി വരും. അപ്പോൾ നമുക്കൊരു 3.5 സ്പൂൺ മസാല കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കയ്യിൽ മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഗ്രേവിക്ക് കണക്ക് പോലെ ആക്കണം. ഇത് നമ്മൾക്ക് ഒരുപാട് തിക്കായിട്ടുള്ള ഗ്രേവി അല്ല, നമ്മൾ കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 15 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഞാനത് 15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് തുറന്ന് നോക്കിയിട്ട് ഇനി അതിലേക്ക് ഒരു അല്പം ഗരം മസാലപ്പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി പോരാത്ത കുറച്ച് ഉപ്പ്, ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പോരായതുകൊണ്ട് അതുകൂടി ചേർത്തു. ഇനി നമ്മൾക്കൊരു 5-6 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതാ ഒരു 5-6 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും എണ്ണയെല്ലാം തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മളെ ഗ്രേവി ഉണ്ടാവേണ്ടത്. അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു പരുവത്തിലാണുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി ചിക്കൻ കറി ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കറി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ തേങ്ങ വറുത്ത് തന്നെ ചെയ്യുക. അപ്പോൾ സൂപ്പറായില്ലേ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഇപ്പോൾ ഞാനത് വേറൊരു ബൗളിലേക്ക് ഇത് പാകത്തിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ്. ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഈ ചപ്പാത്തി ചിക്കൻ കറി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.